ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. അപ്പൊ ഇന്ന് ഒരു വീക്കെൻഡ് ആണ്, അതുകൊണ്ട് തന്നെ ഡിന്നർ പുറത്തുപോയി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്ത് തന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പിസ്സ കഴിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്ത് പിസ്സ കിട്ടുന്ന ഒരുപാട് ഔട്ട്ലെറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ വളരെ ട്രഡീഷണൽ ആയിട്ട് ഇവിടെ ആദ്യകാലത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പിസ്സ ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥാപനമാണ് സിജീസ് പിസ്സ സ്ട്രീറ്റ്. അപ്പൊ ഇന്ന് അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇപ്പൊ ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2018 സിജീസ് പിസ്സ സ്ട്രീറ്റ് അവരുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തത്. അത് കുമാരപുരത്താണ്. അതിനുശേഷം പിന്നീട് അവർ ട്രിവാൻഡ്രത്ത് 2 ഔട്ട്ലെറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ഇപ്പോൾ ഈ വരുന്ന തൈക്കാടുള്ള അവരുടെ ആ ഒരു ഔട്ട്ലെറ്റും, പിന്നെ അതുപോലെ ടെക്നോ പാർക്കിന്റെ അടുത്ത് കഴക്കൂട്ടത്തും ഒരു ഔട്ട്ലെറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ട്രിവാൻഡ്രത്തുള്ള പിസ്സ ലവേഴ്സിന് വുഡ് ഫയർഡ് ഇറ്റാലിയൻ പിസ്സ അതിന്റെ ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ എന്താണ് ടേസ്റ്റ് എന്നുള്ളത് കാണിച്ചു തന്ന ഒരു ടീം തന്നെയാണ് ഈ സിജീസ് പിസ്സ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പിസ്സയുടെ ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഈ ട്രിവാൻഡ്രത്തെ 3 ഔട്ട്ലെറ്റ് കൂടാതെ ഇപ്പോൾ അവർക്ക് എറണാകുളത്ത് എടപ്പള്ളിയിലും ആലുവയിലും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതുപോലെ തൃശ്ശൂരും അവരൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ ഈ തൈക്കാടുള്ള ഇവരുടെ ഈ ഒരു ഔട്ട്ലെറ്റ് ഒന്ന് കാണാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവർക്ക് കിട്ടിയിട്ടുള്ള പലതരത്തിലുള്ള അവാർഡ്സ് കംപ്ലീറ്റ് ഇവരിങ്ങനെ വാളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇവിടെ വന്നിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ എല്ലാം ഫോട്ടോസ് ഇവരെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നി. അപ്പൊ നമുക്കിനി പതുക്കെ അകത്തോട്ട് കയറാം. അപ്പൊ ഇവിടെ കയറി വരുമ്പോൾ തന്നെ പിസ്സയുടെ സൈസ് ഡിസ്പ്ലേ ചെയ്യുന്ന ടെംപ്ലേറ്റ്സ് എല്ലാം ഇവരിങ്ങനെ വാളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിസ്സയുടെ സൈസിൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ആക്ച്വൽ സൈസ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. നല്ല നീറ്റ്, അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവർക്കുള്ളത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ്. പക്ഷേ അത്യാവശ്യം വേണ്ടുന്ന പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ആ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ സിജീസ് പിസ്സ സ്ട്രീറ്റിന്റെ ഒരു വലിയ ഒരു ഡിസ്പ്ലേ ബോർഡ് ഉണ്ട്. നമുക്ക് സെൽഫി ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണിത്. താഴത്തെ ഫ്ലോറിൽ ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണുള്ളത്. പക്ഷെ നമ്മളൊരു ചെറിയ ഗ്യാതറിംഗ്, ഒരു 15-16 പേരായിട്ടാണ് വരുന്നതെങ്കിൽ ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പേസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ചെറിയ ഫംഗ്ഷൻ, ചെറിയ പാർട്ടിയൊക്കെ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഐഡിയൽ പ്ലേസ് ആണ്. ഞാൻ ഇവരുടെ ആ ഒരു മെനു കാർഡ് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒതന്റിക് ആയിട്ടുള്ള വെസ്റ്റേൺ ഫ്ലേവേഴ്സ് കൂടാതെ തനതായിട്ടുള്ള ഇന്ത്യൻ ഫ്ലേവേഴ്സിലുള്ള പിസ്സാസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഇവർ ആ പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ടോട്ടലി ഹാൻഡ് മെയ്ഡ് പിസ്സാസ് ആണ്. അതിൻ്റെ ബേസ് ഉൾപ്പെടെ എല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. വളരെ രസകരമായ കാഴ്ചയാണ്. അവരത് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഈ കിച്ചൺ ഏരിയ ഒരു ടോട്ടലി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെങ്കിലും ഇതിന്റെ ഓണറിന്റെ സ്പെഷ്യൽ പെർമിഷനോട് കൂടിയാണ് കേട്ടോ ഞാൻ ഇത് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇവരിത് ആ പിസ്സ ബേസ് ഉണ്ടാക്കുന്ന നോക്കിയേ, കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മെഷീനിൽ കട്ട് ചെയ്ത് കണക്ക് തോന്നും. ആ രീതിയിലാണ് അവർ ആ റൗണ്ട് ഷേപ്പ് ഒക്കെ എടുക്കുന്നത്. തീർത്തും പ്രൊഫഷണൽ ആയിട്ടുള്ള 2 മാസ്റ്റേഴ്സാണ് ഇവരുടെ ഈ പിസ്സാസ് എല്ലാം റെഡിയാക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ പിസ്സ വേറിട്ട് നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സ്പൈസസ്, അതുപോലെ സോസസ് എല്ലാം ഇവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇവരുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവർ ഈ പിസ്സയിൽ യൂസ് ചെയ്യുന്ന ചീസാണ്. 3 ടൈപ്പ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചീസ് ഇവർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വരുന്നത് കൊണ്ടാണ് ഇവരുടെ ആ ഒരു പിസ്സ വേറിട്ട് നിൽക്കുന്നതും അവരുടെ ആ ഒരു പിസ്സയ്ക്ക് ഇത്രയും ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റും വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 2 പിസ്സയും ഉണ്ടല്ലോ, ഇത് 2 ഞങ്ങൾ പ്ലേസ് ചെയ്തേക്കുന്ന ഓർഡറാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ കഴിക്കാൻ പോകുന്ന ആ പിസ്സ പ്രിപ്പയർ ചെയ്യുന്നത് കാണാനായിട്ട് സാധിച്ചു. ആക്ച്വലി ഞങ്ങൾ ഒരു ബീഫിന്റെ ഒരു പിസ്സയും അതുപോലെ ഒരു ചിക്കന്റെ ഒരു പിസ്സയും ആണ് ഓർഡർ ചെയ്തത്. ശരിക്കും ഇവരുടെ മെനു കാർഡ് ഉണ്ടല്ലോ, ഒരു വൈഡ് റേഞ്ച് ആണ്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെജിറ്റേറിയൻ അതുപോലെ നോൺ വെജിറ്റേറിയൻ ടൈപ്പ് ഓഫ് പിസ്സാസിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെ ഇവർക്കുണ്ട്. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ സ്റ്റാഫിന്റെ ആ ഒരു ഒപ്പീനിയനും കൂടെ എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ 2 പിസ്സയും ഇപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഇനി ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ബ്രിക്ക് അവൻ തന്നെയാണ്.
അപ്പോൾ പിസ്സ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇവർ ഈ ഒരു ബ്രിക്ക് അവനിലോട്ടാണ് ഈ ഒരു പിസ്സ വെക്കുന്നത്. ഇത് ഏകദേശം ഒരു 400 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് ഈ ഒരു പിസ്സ ഇതിനകത്തിരുന്ന് ബേക്ക് ആവുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ബേക്ക് ചെയ്തതിന് ശേഷം അവർ ആ അവനിൽ നിന്നും അത് പുറത്തെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് ഒരു വുഡൻ പ്ലേറ്ററിൽ വെച്ചതിന് ശേഷമാണ് ഇത് നമ്മളുടെ ഡൈനിങ് ടേബിളിലോട്ട് എത്തുന്നത്. ഇത്രയധികം പ്രോസസ്സ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ, അതും നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷമാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 30 മിനിറ്റോളം എടുക്കും നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടേബിളിലേക്ക് എത്താനായിട്ട്. പക്ഷേ ആ വരുന്ന പിസ്സ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ടെംപ്റ്റിങ്ങും പിന്നെ ഒരു പ്രത്യേക ഒരു മണവും എല്ലാം നമുക്കതിന് കിട്ടുന്നുണ്ട്. ശരിക്കും കഴിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഫീൽ ചെയ്യും. അത് ആ രീതിയിലാണ് അവരത് പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ മുന്നിലേക്ക്. 2 പിസ്സാസും വളരെയധികം അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഈ പിസ്സാസ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് 2 മൊയ്ത്തോസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു പ്ലേറ്റ് ചിക്കൻ നഗറ്റ്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതൊന്ന് ട്രൈ ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പിസ്സ ട്രൈ ഔട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല സൈസ് തോന്നിക്കുന്ന രീതിയിലുള്ള നഗറ്റ്സ് ആണ് അവർ സെർവ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മയണൈസ് സോസും ഉണ്ട്. ഞങ്ങൾ ഈ ഓർഡർ ചെയ്തേക്കുന്ന നഗറ്റ്സ് പെറി ഫ്ലേവേർഡ് ആണ്. ഇപ്പോൾ 2 കൂളേഴ്സ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അത് നമുക്ക് ഇടയ്ക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നഗറ്റ്സ് കഴിച്ചതിന് ശേഷം നമുക്ക് പിസ്സ കഴിക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. അതിൻ്റെ മേളിൽ ആ പെറി പൗഡറൊക്കെ കിടക്കുന്നത് കാണാം. അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. വിചാരിച്ചതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ് പുറമെ, അകത്ത് നല്ല സ്റ്റീമിങ് ഹോട്ടാണ്. അകത്തുള്ള ഇവരുടെ ആ ഫില്ലിംഗ് ഉണ്ടല്ലോ അതെല്ലാം നല്ല സോഫ്റ്റുമാണ്. ഈ മയണൈസ് സോസും കൂടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ചൂടാണ് കേട്ടോ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ഇവരുടെ ഈ ഒരു ചിക്കൻ പെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഈ ഒരു നഗറ്റ്സ് എന്ന് പറയുന്നത്, ഇത് വെറുതെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും. പെറി ഫ്ലേവേർഡ് നഗറ്റ്സ് അത്യാവശ്യം സ്പൈസിയാണ്. അത് ഞാൻ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തായിരുന്നു അത് കുറച്ച് സ്പൈസി ആക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്ട്രാ സ്പൈസി ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ആക്കി തരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അധികം എരിവിടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊരു സൂപ്പർ ഐറ്റമാണ്. വെറുതെ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റമായ ആ പിസ്സ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ 2 ടൈപ്പ് ഓഫ് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചിക്കൻ ബേസ്ഡും ഒന്ന് ബീഫ് ബേസ്ഡും ആണ്. അപ്പോൾ രണ്ടും നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി ഇവിടുത്തെ സ്മോൾ പിസ്സയാണ് ഈ ഓർഡർ ചെയ്തേക്കുന്നത്. അതായത് 9 ഇഞ്ച് പിസ്സ. 2 പേർക്ക് മോർ ദാൻ ഇനഫ് ആണ് ഒരു പിസ്സ എന്ന് പറയുന്നത്. നിറയെ ബീഫിൻ്റെ പീസസ് കൂടാതെ ഇതിനകത്ത് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബേബി കോൺ, ക്യാപ്സിക്കം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ആ ഒരു സ്പെഷ്യൽ സോസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സോസിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇനി ഞാൻ ഈ പിസ്സ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ബീഫിൻ്റെ ആ ഒരു പിസ്സയാണ് കഴിക്കുന്നത്. അതിൻ്റെ ബേസ് ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ ചില സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡാണ്. ഇത് ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവർ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ആ സ്പൈസസ് അതുപോലെ ആ സോസ് അത് നല്ല വേറിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അതങ്ങനെ തന്നെ ഫീൽ ചെയ്യാം. എല്ലാ ടേബിളിലും ഇവർ അഡീഷണൽ ആയിട്ട് ഇവിടെ ചില്ലി ഫ്ലേക്സും അതുപോലെ ഒറിഗാനോ എല്ലാം വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ പിസ്സയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് ഈ പിസ്സ ഞാനൊന്ന് കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ 4 സൈസിലാണ് പിസ്സാസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ 2 പേരൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വാങ്ങിച്ച പോലത്തെ ഈ സ്മോൾ സൈസ് വാങ്ങിക്കാം, 9 ഇഞ്ചിൻ്റെ. അതല്ല ഒരു 3-4 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ലാർജ് സൈസ് കിട്ടും. അത് 12 ഇഞ്ചാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ജംബോ ടൈപ്പ് ഉണ്ട്. അത് 18 ഇഞ്ചിൻ്റെയാണ്. അത് ഏകദേശം ഒരു 6 പേർക്ക് വരെ കഴിക്കാൻ സാധിക്കും. ഇനി നിങ്ങളൊരു വലിയ ഗ്യാങ് ആണ്, ഒരു 8 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ മോൺസ്റ്റർ പിസ്സ അവൈലബിൾ ആണ്. അത് 22 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ 4 സൈസിൽ ഇവിടെ പിസ്സാസ് അവൈലബിൾ ആണ്. ഇത് ഇവരുടെ ആ ഒരു ചിക്കൻ പിസ്സയാണ്, ചിക്കൻ ബേസ് ആയിട്ടുള്ള പിസ്സ. അതിനകത്ത് ഒലിവ്സും അതുപോലെ പാപ്രിക്ക എല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചർ കണ്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്.
ആ ടെക്സ്ചർ പോലെ തന്നെയാണ് കേട്ടോ, അടിപൊളി. എനിക്ക് ശരിക്കും ബീഫിനേക്കാളും ഈ ചിക്കനാണ് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടത്. ബീഫും സൂപ്പറായിരുന്നു, പക്ഷേ ഇത് ഒന്നും കൂടെ സൂപ്പറായിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മിക്സ് ആൻഡ് മാച്ച് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു 18 ഇഞ്ചിൻ്റെ ആ ഒരു ലാർജ് ടൈപ്പ് ഓഫ് പിസ്സ ഉണ്ടല്ലോ, അതാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഹാഫ് 2 ടൈപ്പ് ഫ്ലേവറിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇവരുടെ ആ ഒരു മോൺസ്റ്റർ പിസ്സ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ എടുക്കാനായിട്ട് സാധിക്കും. 4 ക്വാർട്ടർ 4 ടൈപ്പായിട്ട് വരും. മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന പിസ്സാസിൽ ഏറ്റവും കൂടിയ പ്രൈസുള്ള പിസ്സ ഏതാണോ അതിൻ്റെ പ്രൈസ് ആയിരിക്കും ആ ഒരു പിസ്സയുടെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിച്ച പിസ്സാസും അതുപോലെ നഗറ്റ്സ് പിന്നെ കുടിച്ച ആ കൂളേഴ്സ് എല്ലാം ഭയങ്കര സൂപ്പർ ടേസ്റ്റി, വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ഉറപ്പായിട്ടും ഈ സിജീസ് പിസ്സ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ ഞങ്ങളൊരു ഈവനിങ് എൻജോയ് ചെയ്തു. ഇവിടുത്തെ സീനിയർ സ്റ്റാഫായ ശ്രീ ജയറാമുമായിട്ട് കുറച്ചു നേരം ഇവരുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു വളർച്ചയെക്കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പൊ ആ തനതായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു പിസ്സ കഴിച്ചതിന്റെ ഒരു സംതൃപ്തി ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. വളരെ ടേസ്റ്റി ആയിരുന്നു. നമ്മൾ നോർമലി ഇവിടെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ കിട്ടുന്ന പിസ്സയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ സിജീസ് പിസ്സയിൽ കിട്ടുന്ന ആ ഒരു പിസ്സ എന്ന് പറയുന്നത്. എസ്പെഷ്യലി അതിന്റെ ബേസ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള പിസ്സയാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സോ ആയിട്ടോ പോയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ സിജീസ് പിസ്സ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് തരണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനലായ ഡൊമിനിയോ ദീപക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡൊമിനിയോ ദീപക്സ് ഒരു പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, bye.